നിയമസഭയിൽ ഗംഭീര പ്രസംഗങ്ങൾ നടത്തുന്ന വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഒരു വീരവാദം മുഴക്കിയിരുന്നു. വീരവാദം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. പക്ഷെ അത് ഇനി നടപ്പിലാകുമോ എന്നുള്ളൊരു സംശയമാണ്. കാര്യം എന്തെന്നാൽ, AKG സെൻറ്ററിൽ കൊണ്ടുപോയി സർക്കാരിൻ്റെ നടപടികൾ, അതായത് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ AKG സെൻറ്ററിൽ കൊണ്ടുപോയി ഒപ്പുവെക്കുന്ന പരിപാടി കോൺഗ്രസ് ചെയ്യില്ല. അതായത് KPCC ഓഫീസ് കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടാവില്ല. സർക്കാർ, അതായത് UDF സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ KPCCയോട് പോയി ചോദിക്കുന്ന പരിപാടിയില്ല. അതേ സ്ഥാനത്ത് UDFലെ ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ടുള്ള ഒരു ധാരണയിലെത്തിയ ശേഷമായിരിക്കും സർക്കാരിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, പുതിയ നയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ AKG സെൻറ്ററിൽ കൊണ്ടുപോയതുപോലെ ഞങ്ങൾ കൊണ്ടുപോകില്ല എന്നുള്ളൊരു ആ ഒരു പ്രസ്താവനയായിരുന്നു ഭയങ്കര കയ്യടി നേടിയത്. എന്നാൽ ഇന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. വി.ഡി. സതീശൻ്റെ പല തീരുമാനങ്ങളും കോൺഗ്രസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരായ PM നിയാസ്, MR അഭിലാഷ് തുടങ്ങിയവർ KPCC അടിയന്തര യോഗം ചേരണമെന്നും സർക്കാരിൻ്റെ ചില നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നും എന്നൊക്കെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ എടുത്ത ഇതിനൊക്കെ കാരണം എന്തെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദേവസ്വം പ്ലീഡർ നിയമനങ്ങൾ, പിന്നെ PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ, പിന്നെ വീര്യം കുറഞ്ഞ മദ്യം അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം പദ്ധതി അദാനിയുടെ ഷെയർ വിദേശ കമ്പനിക്ക് നൽകുന്നതും, ഇത് അറിഞ്ഞില്ല എന്നുള്ള സംഭവം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ, വിവാദങ്ങൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് ഉണ്ടായി. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ ആവശ്യപ്പെട്ടത് സർക്കാരിൻ്റെ ചില നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ KPCC ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം AKG സെൻറ്ററിൽ പോയി ഒപ്പുവെച്ചിട്ട് കൊണ്ടുവരുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞതും, ഇപ്പോൾ KPCC ഇടപെടുന്നു എന്നുള്ള കാര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ്റെ വീരവാദം പൊളിയുന്നതിൽ കാണുന്നത്. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ LDF സർക്കാർ ഭരിക്കുമ്പോൾ AKG സെൻറ്ററിൽ പോയി ഒപ്പുവെക്കുകയും UDF സർക്കാർ ഭരിക്കുമ്പോൾ KPCCയിൽ കൊണ്ടുപോയി കാര്യങ്ങൾ ഒപ്പുവെക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മുന്നണി മര്യാദകളെല്ലാം പാലിച്ച്, ഏത് മുന്നണിയാണോ, ഒരു മുന്നണിക്കകത്ത് ഒന്നിലധികം പാർട്ടികൾ ഉണ്ടാകും, അതുകൊണ്ട് മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ പാർട്ടിയിലുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് തിരുത്തേണ്ട കാര്യമാണെങ്കിൽ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് ഏത് സർക്കാർ ആയാലും. വി.ഡി. സതീശൻ ആദ്യം പറഞ്ഞതുപോലെ KPCCയിൽ കൊണ്ടുപോയി ഒപ്പുവെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വി.ഡി. സതീശന് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഒറ്റയ്ക്കല്ല ഒരു കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത്. മന്ത്രിമാരും MLA-മാരും അറിഞ്ഞിരിക്കണം. KPCC അറിയുന്നതിനപ്പുറത്തേക്ക് മന്ത്രിമാരും MLA-മാരും അറിഞ്ഞിരിക്കണം. KPCCയിൽ പോയി തീരുമാനമെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ കോൺഗ്രസ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടു നടക്കുന്ന ഐഡിയോളജിക്ക് പുറത്തു നിന്ന്, അല്ലെങ്കിൽ ഐഡിയോളജിയെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ പാർട്ടിയോട് ചോദിക്കേണ്ട ബാധ്യത. കാര്യം സ്വാഭാവികമായും വി.ഡി. സതീശൻ എന്ന വ്യക്തിയെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ച ആശയങ്ങളും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരായ ഒരു വാദം അല്ലെങ്കിൽ എതിരായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടി അറിയിക്കേണ്ട മര്യാദയാണ് അത്. പാർട്ടി മര്യാദയും മുന്നണി മര്യാദയുമാണ്, അത് പാലിക്കുക തന്നെ വേണം. മറുവശത്ത് എന്ന് പറയുന്നത് ഏകാധിപതിയായിരുന്ന, നമ്മളെപ്പോഴും പറയും കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്നത് പിണറായി വിജയൻ ഏകാധിപതിയാണെന്ന്. അതേ രീതിയിൽ പിണറായി ആകാനാണ് സതീശൻ ശ്രമിക്കുന്നതെങ്കിൽ സതീശന് കാലിടറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ഏകാധിപതിയെ സൃഷ്ടിക്കാനായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റത്തിന് ജനങ്ങൾ ഒരുങ്ങില്ലായിരുന്നു. അവർക്ക് ഒരു ഏകാധിപതിയുടെ ഭരണത്തിന്റെ കീഴിൽ ഇനിയും താമസിക്കണമെന്നായിരുന്നെങ്കിൽ എന്തിന് സതീശനെ തെരഞ്ഞെടുത്തു? പിണറായി വിജയൻ തന്നെ മതിയായിരുന്നല്ലോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പിണറായിയെ പോലെ തന്നെയാണ് വി.ഡി. സതീശൻ എങ്കിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വി.ഡി. സതീശനിൽ. കാരണം വി.ഡി. സതീശൻ വന്നാൽ എല്ലാം ശരിയാകും. കാരണം വി.ഡി. സതീശന് ജനങ്ങളുമായിട്ട് നന്നായിട്ട് ഇടപെടും, പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, എല്ലാ കാര്യത്തിലും പഠിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ വി.ഡി. സതീശൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടത്തിയ ഇത്രയും തീരുമാനങ്ങളൊക്കെ വിവാദത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ ജനങ്ങൾക്ക് വി.ഡി. സതീശന് തെറ്റുപറ്റുന്നുണ്ടോ എന്നുള്ളത്, അതായത് ഏകാധിപതിയായി മാറിയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നൊരു ഏകാധിപതി ഉണ്ടാവുക അല്ലെങ്കിൽ വളർന്നു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏകാധിപതി ഒന്നും ആകാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരൽ രാഷ്ട്രീയത്തില് കോൺഗ്രസ് കഴിഞ്ഞ മറ്റേത് പാർട്ടിക്കാരും ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഏകാധിപത്യ രീതിയിലേക്കൊന്നും പോകാൻ കഴിയില്ല. ആർക്കും വിമർശിക്കാൻ പേടിയില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ AICC അംഗങ്ങൾ വരെ വിമർശിക്കുക എന്ന് പറയുന്നതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറയുമ്പോഴും പല സാഹചര്യങ്ങളിലും കോൺഗ്രസിന്റെ ഭംഗി അത്തരം വിമർശനങ്ങളാണ്. മറുവശത്ത്
ചില സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അഭംഗിയും അത്തരം വിമർശനങ്ങൾ തന്നെയാണ്. വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ വിമർശനം മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ പല ഗൂഢ നീക്കങ്ങൾ ഉണ്ടോ എന്നുള്ളതും കൂടി ചർച്ച വരുന്നുണ്ട്. കാരണം ഈ വി.ഡി. സതീശൻ എടുത്ത ഒരു മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ തീരുമാനം എടുത്തപ്പോൾ ആദ്യം തന്നെ രംഗത്ത് വന്നത് കെ.സി. വേണുഗോപാലൻ ഉണ്ട്, അതിനു കൂടാതെ വി.എം. സുധീരൻ ഉണ്ട്, പിന്നെ പൊതുവെ പലരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു വന്നു. മദ്യത്തിന്റെ വിഷയം എടുക്കുമ്പോൾ അവിടെ ഉള്ള ഒരു പ്രായോഗികമായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാറുകൾ അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകൾ, ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോഴുള്ള പ്രതീക്ഷ ബാറുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും, ഇനി കേരളത്തിൽ മദ്യം അല്ലെങ്കിൽ മദ്യത്തിന്റെ വിപണനം കുറയും, അതായിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് വെച്ചത്. അതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയം. അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് മുതിർന്ന നേതാക്കൾക്കടക്കം വിമർശിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ആ വിഷയങ്ങളെല്ലാം പാർട്ടിയുമായി സംസാരിക്കണമെന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും PMC അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന് തെറ്റുപറ്റിയോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയുമോ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവർ നമുക്ക് അല്ലെങ്കിൽ ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതൊക്കെ സത്യമാണ്, ആ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷെ മറുവശത്ത് സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാണോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശങ്ക ഉണർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതായത് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയും സർക്കാരും ഏകോപിപ്പിച്ച്, അതായത് അതിൽ തമ്മിൽ ചർച്ച ചെയ്തതിനു ശേഷമാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിയും സർക്കാരും അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും പാർട്ടിയും സർക്കാരും തീരുമാനം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 140 MLA-മാരുണ്ട്, 140 പേരും അംഗീകരിച്ച ഒരു കാര്യം കേരള നിയമസഭയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഭരണപക്ഷത്തിരിക്കുമ്പോൾ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് സ്വന്തം കക്ഷികളോടെല്ലാം അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിനപ്പുറത്തേക്ക് ആ ഒരു വിഷയം പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിക്ക് എതിരായിട്ടാണ് നിലപാടെടുക്കുന്നതെങ്കിൽ പാർട്ടിയോട് ചോദിക്കുക തന്നെ വേണം. കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ വിഴിഞ്ഞം സംഭവം വന്നതോട്, വിഴിഞ്ഞം വിവാദം വന്നതോടുകൂടി തന്നെ കെ.സി. വേണുഗോപാൽ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് BJP സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നത്. BJP സർക്കാരൊക്കെ അദാനിക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ ഉള്ളത് UDF സർക്കാരാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് പറയുന്നതോടുകൂടി വി.ഡി. സതീശൻ എടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയല്ലേ വരുന്നത്. നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുമുണ്ട്. അത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനും പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മുഖ്യമന്ത്രിയോട് ചോദ്യം ചെയ്യാം. അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ലിജു പറയുന്നുണ്ടായിരുന്നു, എസ്ബോസ് രീതിയൊന്നും കോൺഗ്രസിലില്ല, അല്ലെങ്കിൽ എസ്ബോസ് സംസ്കാരമൊന്നുമില്ല, പറയേണ്ടത് പറയും, അഭിപ്രായങ്ങൾ പറയാം, ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്, അതുകൊണ്ട് ഏത് അഭിപ്രായവും ആർക്കും അഭിപ്രായം പറയാം, വരുന്നവർക്കും പോകുന്നവർക്കും അഭിപ്രായം പറഞ്ഞിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യവും കോൺഗ്രസിലുണ്ട്, അതുകൊണ്ട് ഒരു ഏകാധിപത്യ രീതി നടക്കില്ല. മറുവശത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പാളയത്തിൽ പടയാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ തെറ്റുകളെ വിമർശിക്കുന്നത് ഇപ്പോൾ ഭരണപക്ഷമാണ്. ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് തെറ്റുകളെ വിമർശിക്കുന്നത്. അത്തരം വിമർശനങ്ങൾ നല്ലതാണ്. വിമർശനങ്ങളിലൂടെ മാത്രമേ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തിരുത്താനാകൂ. അത് തിരുത്തുമോ ഇല്ല എന്നുള്ളത് മറുവശത്തുള്ള കാര്യം. ഇനി പരാതിയുമായി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോ KPCC ജനറൽ സെക്രട്ടറിമാരടക്കം പലരും പരാതി പറയുന്നു, മന്ത്രിമാരിൽ നിന്ന് പലരും അതൃപ്തി അറിയിക്കുന്നു. ഇതൊക്കെ ന്യായമായിട്ടുള്ള അതൃപ്തികളാണെങ്കിൽ അംഗീകരിക്കണം. ഇതെല്ലാം കെ.സി. വേണുഗോപാലുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിരന്തരമായി അഭിപ്രായങ്ങൾ പറയുന്നതും അതൃപ്തി അറിയിക്കുന്നതും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ അല്ലെങ്കിൽ ചിത്രത്തിലില്ലാത്ത ഒരാളായിരുന്നു കെ.സി. വേണുഗോപാൽ. പക്ഷെ തെരഞ്ഞെടുപ്പ് വിജയിച്ച് മുഖ്യമന്ത്രിയുടെ പേര് പരിഗണനയിൽ വരുമ്പോൾ ആരും പ്രതീക്ഷിക്കാതെ വന്നൊരു പേരായിരുന്നു. കാര്യം രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കാര്യം പോയത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണ്ട എന്നൊരു നിലപാടായിരുന്നു കെ.സി. വേണുഗോപാലിനെങ്കിൽ അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയെ ഒരു പക്ഷെ പിന്തുണച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമായിരുന്നു. അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന രീതിയിലേക്ക് വരികയും കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഒരു മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു വരുന്നു. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ബാക്കി രണ്ടുപേരോടും ബാക്കി രണ്ടുപേരോ സമ്മതിച്ചതുകൊണ്ടാണല്ലോ, എന്നിട്ടും വീണ്ടും പാളയത്തിൽപ്പെട 1 മാസം കഴിയുമ്പോൾ കോൺഗ്രസിൽ തിരിച്ചു വരികയാണോ എന്നൊരു ചോദ്യമുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ പക്ഷമാണ്. നമുക്കറിയാം, ഇപ്പോൾ എന്ന് പറയുന്നത് 3 പക്ഷങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ്. VD, RC, KC എന്ന് പറയുന്നത്. അതിൽ ശക്തമായി നിൽക്കുന്ന 2 പക്ഷം എന്ന് പറയുന്നത് VD-യും KC-യും തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷം പിടിക്കാൻ, അല്ലെങ്കിൽ ഞാൻ രമേശ് ചെന്നിത്തലയോട് എനിക്ക് ഇപ്പോ
പ്രത്യേകിച്ച് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. നിലവിലെ രീതിയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തു, പോകാൻ കഴിയുന്ന എല്ലാ മണ്ഡലങ്ങളിലും പോവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഒരു രീതിയിലും അല്ലെങ്കിൽ KC വേണുഗോപാലും നിലവിലെ മുഖ്യമന്ത്രി VD സതീശനും കാണിച്ചതുപോലെയുള്ള പ്രവർത്തകരെ വെച്ചിട്ടുള്ള ഒരു ഗിമ്മിക്കിലേക്ക് രമേശ് ചെന്നിത്തല പോയിട്ടില്ല. അദ്ദേഹം മുതിർന്ന നേതാവാണ്, ആ പക്വത അവിടെയും കാണിച്ചു. ഇപ്പൊ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് ആഭ്യന്തര വകുപ്പ്, അത് സമ്മതിക്കുന്നു. ഇപ്പൊ പലരും പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കിയാൽ മതിയായിരുന്നു. അല്ല, അദ്ദേഹം ഓപ്പറേഷൻ തൂഫാന്റെ പിന്നാലെയാണ്. ഇത്തരം ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ പല സാഹചര്യങ്ങളിലും ചേർത്ത് പിടിക്കുന്ന നിലപാടെടുക്കുന്നു, വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കുന്നു. മറുവശത്തേക്ക് ചേരി തിരിഞ്ഞൊരു പോരിലേക്ക് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നില്ല. അത് ഈ പറഞ്ഞ പ്രായം എന്ന് വെച്ചാൽ സീനിയർ ആയിട്ടുള്ള നേതാവാണല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാൽ KC വേണുഗോപാൽ പക്ഷത്തിന്റെ അല്ലെങ്കിൽ KC വേണുഗോപാൽ VD സതീശന്റെ തീരുമാനങ്ങളെ എതിർത്തുകൊണ്ട് പെട്ടെന്ന് അതാത് പിറ്റേത് തന്നെ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല എന്ത് തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നു അതിനൊരു അനുകൂലമായ തീരുമാനമാണ് ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളത്. അല്ല, അനുകൂലമായ തീരുമാനം തന്നെ എടുക്കണമെന്നൊരു അഭിപ്രായമില്ല. തെറ്റാണെങ്കിൽ വിമർശിക്കാം, വിമർശിക്കുന്നതിനൊന്നും. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം KC വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നത് മാത്രമാണ് ഇതിലൊരു പ്രശ്നമുള്ളത്. അവർക്കും വിമർശിക്കാം, ആരും വിമർശിക്കരുതെന്നോ വിമർശിക്കുന്നത് തെറ്റാണെന്നല്ല. പക്ഷേ KC വേണുഗോപാലിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ മാത്രം വിമർശിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാനാണ്. കോൺഗ്രസിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒരാൾ 5 വർഷത്തേക്ക് മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കയറുകയും പിന്നീട് രാജിവെക്കുകയും എന്നാണ്. ഒറ്റ ദിവസം കൊണ്ടൊരു രാജി, അടുത്ത ആൾ അടുത്ത ദിവസം മുഖ്യമന്ത്രിയാകുന്ന ചരിത്രം കോൺഗ്രസിലുണ്ട്, പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട്. പക്ഷേ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അവര് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നത് VD സതീശനാണ്. അത്ര പെട്ടെന്ന് രാജിവെച്ച് പോകുമോ? ഇപ്പോ പോലും നമ്മൾ എന്തൊക്കെ വിഷയം പറഞ്ഞാലും ഒരു വിഷയത്തിലും VD സതീശന്റെ വാ അടപ്പിക്കാൻ പ്രതിപക്ഷത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. ഉത്തരവുമായിട്ട് VD സതീശൻ രണ്ടാമത്തെ ദിവസം വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ AICC ഒക്കെ കൺവിൻസ് ചെയ്യാൻ VD സതീശന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ കൂടി അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണെന്ന് പറയുമ്പോൾ പോലും ഏകാധിപത്യ രീതിയിൽ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കും എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് ആണ്. അല്ലാതെ തന്നെ കാലുവാരൽ ആവശ്യത്തിലധികം നടക്കുന്ന പാർട്ടിയാണ്. ഒരുമിച്ച് നിന്നാൽ, അത് VD സതീശൻ തന്നെ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയിക്കൂ. തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കാൻ അറിയാമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാല് വാരാനും നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം VD സതീശനും അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഇരിക്കട്ടെ, നന്നായി തന്നെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്നാൽ കോൺഗ്രസുകാർ വിമർശിക്കുന്നത് ശരിയല്ല എന്ന് കരുതി വിമർശനങ്ങൾ നിർത്തരുത്. സംശയം തോന്നുന്ന ഏത് വിഷയത്തിലും വിമർശിക്കും. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പോലും 3 വകുപ്പുകളാണ് പ്രധാനമായി വരിക. വിഴിഞ്ഞം പദ്ധതിയുമായി അല്ലെങ്കിൽ വിഴിഞ്ഞം കരാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന 3 വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ വകുപ്പ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒഴിച്ചാൽ പിന്നെയുള്ള 3 വകുപ്പും കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. അത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻഡ് അല്ലേ എന്ന് പ്രതിപക്ഷം പറയുന്നത് പോലെ ഭരണപക്ഷത്തിന് സംശയമുണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം, സംസാരിക്കണം. അത്തരം സംശയങ്ങളൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ട ആവശ്യം പാർട്ടിക്കാർക്കുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. എന്നല്ല, അതിനപ്പുറത്തേക്ക് സർക്കാരിനെ താഴെ ഇറക്കുക അല്ലെങ്കിൽ അധികാരത്തിലേറിയ സർക്കാർ എന്ന് പറയുന്നത് UDF സർക്കാരാണ്, ജനങ്ങളുടെ സർക്കാരാണ്. ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയും തെറ്റ് കണ്ടാൽ വിമർശിക്കുകയും വേണം. അവിടെ ഒരു KC പക്ഷമോ RC പക്ഷമോ VD പക്ഷമോ കാണരുത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്ന് മാത്രം വിലയിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും VD സതീശൻ പറഞ്ഞ പോലെ നിയമസഭയിലെ ദൈനംദിന കാര്യങ്ങളൊന്നും പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ചെന്നിട്ട് അവരുടെ അഭിപ്രായം തേടിയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം കഴിഞ്ഞ ഭരണത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. അതിൽ നിന്നൊരു മാറ്റമാണ് ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ VD സതീശന്റെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാവുമെന്ന് വിചാരിക്കാം. എന്തായാലും പുതിയ KPCC യോഗം വൈകാതെ ചേരുമെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം ചില അഴിച്ചുപണിയൊക്കെ നടക്കാൻ പോകുന്നു. അതിനു മുമ്പായിട്ട് തന്നെ ഈ യോഗം നടക്കാൻ സാധ്യതയുണ്ട്. എന്ത് തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരിക്കാം.